ഓണം ഇങ്ങെത്താറായി, തിരുവോണം അടുക്കുകയാണ്. അപ്പോൾ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ ദിനങ്ങളുടെയും പ്രത്യേകത വിവരിക്കുകയാണ് നമ്മളോടൊപ്പം വേദപണ്ഡിതനായ ആചാര്യ ഗോപാലകൃഷ്ണ വൈദിക്. ഇന്ന് ചിത്തിര ദിവസത്തിലെ പ്രത്യേകത അറിയേണ്ടതുണ്ട്. പൂക്കളത്തിലെ പൂവുകൾ ഏതെല്ലാം എന്നിവയൊക്കെ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയതുപോലെ നമ്മളധികം ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ് ഈ ഒരു പരമ്പരയിൽ തിരുവോണം വരെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അത്തച്ചമയത്തിന് കുലശേഖരനുമായി ഒരു ബന്ധമുണ്ട്. വിജയാഘോഷം നടക്കേണ്ടത് എപ്പോൾ എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് കൊച്ചി രാജാക്കന്മാരുടെ മനസ്സിൽ എത്തിയത് കുലശേഖര ആൾവാരാണ്. അപ്പോൾ കുലശേഖര ആൾവാരും തിരുവോണവുമായി ബന്ധമുള്ളതുകൊണ്ടാണ് അത്തം നാളിൽ അത്തച്ചമയ ഘോഷയാത്ര അവർ തുടങ്ങുന്നതെന്നാണ് ഗുരു എന്നോട് പറഞ്ഞത്. ഗുരു നിത്യചൈതന്യവേദിയെ നിങ്ങൾക്കറിയാമല്ലോ. ഗുരു നടരാജഗുരുവിൻ്റെ ശിഷ്യനാണ്. നടരാജഗുരു നാരായണ ഗുരുദേവൻ്റെ ശിഷ്യനുമാണ്. അപ്പോൾ അദ്ദേഹം വെറുതെ പറയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ കുലശേഖര വർമ്മനിൽ നിന്നാണ് ആ പ്രേരണ വരുന്നത്. അങ്ങനെയാണ് വിജയാഘോഷം അത്തത്തിൻ്റെ അന്ന് തുടങ്ങണം എന്ന് അന്നത്തെ ഭരണാധികാരികൾ തീരുമാനിക്കുന്നത്. ഇന്നത് വളരെ പ്രശസ്തമായിട്ട് മാറിയിരിക്കുന്നു. അത്തച്ചമയത്തോടെയാണ് നമ്മുടെ ഓണാഘോഷം വാസ്തവത്തിൽ ആരംഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഈ 10 ദിവസത്തിന് മുമ്പ് നമ്മൾ ഇത് തുടങ്ങുന്നതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കാര്യമുണ്ട്. അത് വ്രതമാണ്. ഇത് തൃക്കാക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, അതിപ്പോൾ വാമന ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. തൃക്കാക്കര മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ്. ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. സങ്കല്പം വാമനൻ്റേതാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഈ തൃക്കാൽക്കരയിലെ ക്ഷേത്രവുമായി കുലശേഖര ആൾവാരിന് വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, വൈഷ്ണവ ഭക്തനായിരുന്നു, സിദ്ധനായിരുന്നു, ആൾവാർ ആയിരുന്നു. വിഷ്ണു ഭക്തിയിൽ ആഴ്ന്നവർ എന്ന അർത്ഥത്തിലാണ് അവരെ ആൾവാർമാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 10 ദിവസത്തെ ഓണത്തിന് സമാപിക്കുന്ന രീതിയിൽ 10 ദിവസത്തെ വ്രതമാചരിക്കുന്ന ഒരു രീതി അക്കാലത്ത് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. ഞാനിത് പിന്നീട് 80കളിൽ തന്നെ തൃക്കാക്കര വാമന ക്ഷേത്രത്തിൽ ചെന്ന് അവിടുത്തെ ശാന്തിക്കാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അങ്ങ് വൈകുന്നേരം വരാമെങ്കിൽ വളരെ പ്രായമായ ഒരു പൂജാരി ഉണ്ട്, അദ്ദേഹം വൈകുന്നേരം വരും, അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം എന്ന് പറയുകയും ഞാൻ വൈകുന്നേരം ചെല്ലുകയും ഈ പ്രായമായ പൂജാരി, അദ്ദേഹത്തിനൊരു 10-80 വയസ്സിൽ മേൽ വരും എന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, അത്തം മുതൽ വ്രതം ആരംഭിക്കുന്നുണ്ട്, തിരുവോണത്തിനാണ് അതിൻ്റെ സമാപനം വരിക. അപ്പോൾ ഈ 10 ദിവസം പൂക്കളമിട്ട് മുറ്റത്ത് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു. അപ്പോൾ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം മണ്ണുകൊണ്ടുണ്ടാക്കിയ തൃക്കാക്കരയപ്പൻ്റെ പ്രതിഷ്ഠ നടുവിൽ വെച്ചതിന് ശേഷം അതിന് ചുറ്റിനുമായി 10 അടരുകൾ ലേയേഴ്സായിട്ടാണ് പൂക്കളമിടുക. അങ്ങനെ പൂക്കളമിട്ട് ഒരു ചെറിയ വിളക്ക്, ഒരു ഇടിഞ്ഞിൽ പോലെ ഒരു വിളക്ക് കൊളുത്തി വെച്ച് തൃക്കാക്കരപ്പന് പൂജ തുടങ്ങുകയാണ്. അപ്പോൾ അത്തത്തിനാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഈ ദീപം ഒഴിയുന്നത് അത്തം ദിവസം ഏറ്റവും പുറത്തെ ലെയറിനാണ് ഒഴിയുക. അപ്പോൾ അത്തത്തിൽ നമ്മൾ പുറത്തെ ലെയറിന് ഒഴിഞ്ഞു കഴിഞ്ഞു. ഇന്ന് ചിത്തിര അല്ലെങ്കിൽ ചിത്ര ആണല്ലോ നക്ഷത്രം. ഇന്ന് 2ാമത്തെ ലെയറിനാണ് നമ്മൾ ഇടിഞ്ഞിൽ ദീപം ഒഴിയുക. 2ാമത്തെ ലെയറിന് ഒഴിഞ്ഞതിന് ശേഷം തൃക്കാക്കരയപ്പൻ്റെ പ്രതിഷ്ഠയ്ക്കും ഒഴിയുന്നു. അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് നാളെ പോകാം. ഇപ്പോൾ ഇത്രയും ആവട്ടെ.